ഹായ് ഹലോ. അപ്പോൾ അശ്വതീസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കഞ്ഞിയും പുഴുക്കും വാങ്ങാനാണേ. അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ കുറേ പേരുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ലളിതേച്ചിനോട് ചോദിച്ചു, ഇതെന്താണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം തന്നെ? അപ്പോൾ ലളിതേച്ചിയാണ് പറഞ്ഞത്, ശിവരാത്രിക്ക് പരിപാടിയൊക്കെ കണ്ട് ക്ഷീണിച്ചിട്ട് പുലർച്ചയല്ലേ നമ്മളെ വീടെത്തുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് അന്നത്തേക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അമ്പലത്തിൽ നിന്ന് തരും. അത് എല്ലാ കൊല്ലം ഇവിടെ എങ്ങനെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ഇതാ ഈ റെയിലൊക്കെ ചാടി കടന്നിട്ട് വേണം പോകാൻ. ഈ ഗേറ്റ് ക്ലോസ് ഒക്കെ ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ ഈ റെയിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കേട്ടോ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമുക്ക് കഞ്ഞിയും പുഴുക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ ഈ വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ കണ്ടോ നിങ്ങളെല്ലാവരും, രണ്ട് സൈഡും നിറയെ വീടുകളാണ്. അമ്പലത്തിൻ്റെ ബാക്കിലും അമ്പലത്തിൻ്റെ രണ്ട് സൈഡും നിറയെ വീടുകളാണ്. ഇതാ പന്തലൊക്കെ ഉണ്ട്. പരിപാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമുക്ക് പരിപാടി കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ കഞ്ഞിയും പുഴുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേ പേരുണ്ട് അമ്പലത്തിൻ്റെ ചുറ്റുപാട് താമസിക്കുന്നവരും പിന്നെ തെരു എന്നാണ് പറയുക. ഈ തെരുവിൽ താമസിക്കുന്നവരൊക്കെ അന്ന് ഉച്ചയ്ക്ക് അവിടെ വന്നിട്ടാണ് ഫുഡെല്ലാം വാങ്ങിയിട്ട് കഞ്ഞിയും പുഴുക്കും വാങ്ങിയിട്ട് പോവുക. അപ്പോൾ ഇതാ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. നമുക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് വെയിലാണ്. കാരണം ഉച്ചയ്ക്ക് 12 മണിയായല്ലോ. പിന്നെ ഇതാ ലളിതേച്ചി ഓടി പോകുന്നുണ്ട്, ട്രെയിനെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നല്ല പൊരിഞ്ഞ വെയിലും അല്ലേ. അപ്പോൾ അതാ ഈ ഉരുളൻകല്ലിലൂടെയൊക്കെ ചവിട്ടി മറിഞ്ഞ് വേണം നമുക്ക് പോകാൻ. അഥവാ മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നമ്മളതാ തോട്ടിലുണ്ടാവും. അവിടെ ഒരു തോടുണ്ട് കേട്ടോ, വലിയ പുഴയുണ്ട് കുറേ അപ്പുറത്ത്. അതിൻ്റെയൊക്കെ കൈവഴിയായിട്ട് വന്ന ചെറിയ തോടുകളൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, ഒരു ചതുപ്പ് നിലം പോലെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ലളിതേച്ചി ഓടി മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനീ മോനെയും കൊണ്ട് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങിയൊക്കെ വന്നത്. അപ്പോൾ അതാ ലളിതേച്ചി ഞങ്ങളവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇതാ അധികം വെള്ളമൊന്നുമില്ല കണ്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ, കെട്ടിക്കിടക്കുന്ന വെള്ളമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു കുറുക്ക് വഴിയിലൂടെ പോവാണ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ റോഡുണ്ട്, അപ്പുറത്ത് കൂടെ റോഡുണ്ട്, പക്ഷെ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എത്തുകയും ചെയ്യാം, അധികം വെയിലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലൂടെ പോവുക. നമ്മളിങ്ങനെ വീടെത്താറായിട്ടോ. ഇവിടെ നല്ല രസമാണ്, അടുത്തടുത്ത് വീടുകളും എപ്പോഴും ആൾക്കാരും ഒക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആദ്യം താമസിച്ചിടത്തേക്കാളും ഇവിടെ ആണ് എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത്, അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടോ. എനിക്ക് കഞ്ഞിൻ്റെ പുഴുക്കിൻ്റെ മണം കൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ വന്ന പാടെ തന്നെ വേഗം പാത്രം തുറന്ന് എങ്ങനെയെങ്കിലും ഇത് അകത്താക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മോന് വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ അവനെന്താ കഴിക്കുന്നുണ്ട്. അവന് കഞ്ഞിയൊന്നും അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ എന്നാലും അവൻ കഴിച്ചു കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഞ്ഞിയിൽ നല്ല തേങ്ങാപ്പാലൊക്കെ വെച്ച കഞ്ഞിയല്ല, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുഴുക്ക് അവൻ അങ്ങനെ അധികം ഇഷ്ടമല്ല, എന്നാലും അവന് കഴിച്ചു കേട്ടോ. പിന്നെ അടുത്ത ഊഴ എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുക്കൊക്കെ. ഇതെന്ന് വെച്ചാൽ നല്ല കപ്പയും ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള നല്ല പുഴുക്കും കഞ്ഞിയും. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നല്ലോണം അടിപൊളിയായിട്ട് വയറ് നിറയെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ശരിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉള്ള രീതികളോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിങ്ങനെ അമ്പലത്തിലേക്കൊക്കെ ഉത്സവമൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോവുക, സദ്യ കഴിക്കാൻ പോവുക എന്നല്ലാതെ ഇതെനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, ഞാനിത് കഴിക്കട്ടെ. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റാ.